തോടിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് അടക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. എനിക്കറിയാലോ, ഞങ്ങൾ വീട്ടിൽ ഒരു വെള്ളം ആ വെള്ളം കയറുമ്പോ അവർക്ക് ആ വെള്ളം അത് പരിഹാരം നേടാനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു കാരണവശാലും സാറേ നടക്കില്ല. ഉള്ള കാര്യം സാറേ വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൗൺസിലറോട് പ്രത്യേകം പറയുന്നില്ലല്ലോ, ഇത് അടച്ച് കെട്ടിയിട്ടുള്ള വർക്കാണെന്ന്. ഞാനൊരു പ്രശ്നം പരിഹരിക്കാൻ പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൺസേൺ വെള്ളക്കെട്ടാണ് ഇല്ലേ, വെള്ളം കയറാൻ പാടില്ല. അതിനുള്ള പരിഹാരം ഇതിനുള്ള പരിഹാരം ഈ പറഞ്ഞ ഒരു നിർദ്ദേശം. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്, ഇത് വീതി കൂട്ടി ആ വീടിക്ക് പൊക്കി ചെയ്യണതിന് ആരും എതിരല്ല. അതൊരു കൺസേൺ ആണ്. അവിടുന്ന് ഇറിഗേഷന്റെ വർക്ക് അവിടുന്ന് ആ വീതിക്ക് ഇവിടുന്ന് അറ്റം വരെ ഉണ്ട്. അതിന് ഈ പൊക്കി ചെയ്തത് ഒഴിവാക്കിക്കോട്ടെ. അപ്പൊ അതൊരു ചെയർപേഴ്സൺ വരുമോ? അത് അടിയന്തരമായിട്ട് ഇതിന്റെ ആളുകളെ വിളിച്ച് അവരോട് വിശ്വാസത്തിലോട്ട് ഒരു തീരുമാനം എടുക്കട്ടെ. തൽക്കാലത്തേക്ക് ഇത് നിൽക്കും. എന്നിട്ട് വെള്ളക്കെട്ടിന് പരിഹാരം. ആ വെള്ളക്കെട്ട് പറഞ്ഞു വെള്ളക്കെട്ട് എനിക്ക് മനസ്സിലായി. അത് പറയരുത്. കാരണം ഇവിടെ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ചോദിച്ചപ്പോൾ സൈഡ് വാള് മാത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കളമശ്ശേരി നഗരസഭയിലെ 29, 30 വാർഡുകൾ ചേരുന്ന മാനാത്തുപാടം റെഡ് സ്റ്റാർ കവലയ്ക്ക് സമീപമാണ് തോടിന് മുകളിൽ 15 മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള ജോലികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ നടത്തിയാൽ നിരന്തരം വെള്ളക്കെട്ടുണ്ടാകുന്ന തോടിനോട് ചേർന്നുള്ള VR തങ്കപ്പൻ റോഡിന്റെ പരിസരങ്ങളിലുള്ള വീടുകളിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തർക്കം രൂക്ഷമായതിനെ തുടർന്ന് നഗരസഭ AEയും ഓവർസിയറും ഉൾപ്പെടെ സ്ഥലത്തെത്തി തൽക്കാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച നഗരസഭയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. 29ാം വാർഡ് കൗൺസിലർ അമ്പിളി സ്വപ്നേഷ്, മുൻ കൗൺസിലർ അഡ്വക്കേറ്റ് വഹാബെമെ, GCRA റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഇഫ്തിഖർ, നിയാസ്, റിയാസ്, ഹരിത റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി നജീബ്, അഡ്വക്കേറ്റ് സലാം, ടൈറ്റസ്, നവാസ്, കരീം, ഷനിൽ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.